കലാകാരൻ പ്രകൃതി ബാബു വരകളിൽ തീർത്ത വിസ്മയ കാഴ്ചകൾക്ക് തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം വേദിയായിരിക്കുകയാണ്. കവി വി മധുസൂദനന്റെ കവിതയുടെ ഈണത്തിനൊപ്പം തുടങ്ങിയ ചിത്ര പ്രദർശനം ഇതിനോടകം കാഴ്ചക്കാരുടെ മനം നിറച്ചു കഴിഞ്ഞു. കാതോർത്താൽ ചിലതിൽ നിന്ന് ഹൃദയമിടിപ്പ് കേൾക്കാം. ചിലത് നമ്മോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. ചിലതിൽ നമുക്ക് തന്നെ പല അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാം. എന്നെപ്പോലുള്ളവർക്ക് ചിലതിന്റെ ആശയം വർണ്ണനിൽ നിന്ന് തന്നെ അറിയേണ്ടി വരും. ആരോ ചിഹ്നം ഇങ്ങനെ വന്നിട്ട് ഇതിൽ ഈ ഭാഗത്ത് വരുന്ന ഫാദറിൻ്റെ ഫേസ്, ഇത് മദറിൻ്റെ ഫേസ്. ഈ ഫാദറും മദറും കൂടെ ചേരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ എന്ത് സേഫ്റ്റി എന്നുള്ളതാണ് അവിടെ വിഷയം വരുന്നത്. ജീവനുള്ള ഛായാചിത്രങ്ങൾ ഒരു സാങ്കല്പിക പദപ്രയോഗമല്ലെന്ന് ഇത്തരം കലാസൃഷ്ടികൾ തെളിയിക്കും. ക്യാൻവാസിൽ പകർത്തിയവയിൽ കൂടുതലും പ്രകൃതിയാണ്. ബാബു എന്ന പേരിനൊപ്പം പ്രകൃതി കൂടി ചേർന്നതിൽ അതിശയോക്തി വേണ്ട. ഞാൻ വളരുന്നതനുസരിച്ച് പ്രകൃതിയിലെ പടങ്ങൾ ഏറ്റവും കൂടുതൽ വരയ്ക്കാനുള്ളൊരു താല്പര്യം, പ്രകൃതി എന്ന അമ്മ, ആ ഒരു പേര് പ്രകൃതി എന്ന, അങ്ങനെയാണ് എൻ്റെ പേരോട് ചേർക്കുന്നത് തന്നെ. ചില ചിത്രങ്ങൾ അത്ഭുതമാണ്. സൂര്യകിരണവും നിലാവിന്റെ പ്രകാശവും ഛായങ്ങളിൽ പ്രതിഫലിപ്പിക്കുക പ്രയാസമാണ്. ആ ചിത്രങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിത്രകാരനേക്കാൾ കൗതുകമാണ് ഭാര്യ സെലിൻ ബാബുവിന്. ക്യാൻവാസിലെ ചിത്രകാരന്റെ മാസ്മരികത കവിതകളെ പ്രണയിക്കുന്ന ഭാര്യ ചൊല്ലി പകർന്നു തരും. ഈ ഒരു ചിത്രം വിസ്മയങ്ങളുടെ ലോകത്തിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ഫോട്ടോഗ്രാഫിയെ അന്നല്ലാതെ മറ്റൊന്നും പറയില്ല. തനിമയുടെ യാഥാർത്ഥ്യത്തിലോട്ട് വിരൽ ചൂണ്ടുന്നൊരു ചിത്രമാണ്. ഇതിനകത്ത് എന്നെ അതിശയിപ്പിക്കുന്നത് ഈ ഒരു പ്രകാശരശ്മികൾ എവിടെ നിന്ന് വരുന്നു. ഇലകൾ അന്നമായും അന്നം പാകം ചെയ്തും മരുന്നായും തണലായും കുഞ്ഞുകിളികൾക്ക് അഭയമായും പൂമ്പാറ്റയ്ക്കിത്തിരി ഒരു തൂങ്ങാനൊരിടമായും ഒരു വേളം മണ്ണിൽ കൊഴിഞ്ഞു വീണാൽ അതും അന്നം വേകാനൊരു മാനമായും മാറുന്നു. സൗന്ദര്യാസ്വാദനത്തിനും അപ്പുറം ചിലപ്പോഴൊക്കെ ചിത്രരചന പ്രതിഷേധമുയർത്തും. സാമൂഹിക വ്യവസ്ഥിതിയെ വിമർശിക്കും. നീതിപീഠത്തിന് മുമ്പിൽ തെളിവ് നഷ്ടപ്പെട്ടു പോകുന്ന ദയനീയമായ സാഹചര്യം മുതലെടുക്കുന്നവരുമുണ്ട്. അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് യഥാർത്ഥമായ നീതി കിട്ടുന്നുണ്ടോ, വിധി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇത്തരം കലാകാരന്മാർക്കും കലയ്ക്കും പിന്തുണ ആവശ്യമാണ്. ഇവ കാലാതീതമാകേണ്ടവയുമാണ്. ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ എത്രയോ പേര് ജീവിക്കുന്നു. ഞാൻ സത്യത്തിൽ ഈ വര കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു പരസ്യ കമ്പനി ഇട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് കാശെടുത്താണ് ഈ പടങ്ങളൊക്കെ വരയ്ക്കാൻ ഫണ്ട് ഉപയോഗിക്കുന്നത്. ചിത്രങ്ങളിൽ ചിലത് കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കും. ചിലത് ഉള്ളിലിട്ട് പല തവണ ചിന്തിക്കും, വേദനിപ്പിക്കും. ആ കണ്ണുകൾ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് ആകുലപ്പെടും. അവിടെയാണ് പ്രകൃതി ബാബുവിനെ പോലുള്ള മനുഷ്യർക്കുള്ളിലെ കലയുടെ ആഴമേറുന്നത്. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.